അറിയാമൽ നലം നലം അറിയാമൽ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ് കാണിച്ചു തരാൻ പോകുന്നത്. സോ ഞാൻ ആദ്യം തന്നെ മുഖം കഴുകി ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട്, ഇന്ന് ഞാൻ യൂസ് ചെയ്ത ഫേസ് വാഷ് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും, ജ്യൂസി കെമിസ്ട്രിയുടെ ഹെംപ് ടീ ട്രീ ആൻഡ് നീം ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാണ്. ഇത് ഓയിലി ആക്നി ബ്രൗൺ സ്കിന്നുള്ള ഒരു ഫേസ് വാഷാണ്. സോ ഇത് വെച്ചിട്ട് ഞാൻ മുഖം നന്നായിട്ട് കഴുകി ഒരു ടവൽ കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ടോണറാണ്. അപ്പം ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് പ്യുവർ ബൈ പ്രിയങ്കയുടെ ഗ്രീൻ ടീ ടോണറാണ് കേട്ടോ. സോ ഇത് നല്ലൊരു ടോണറാണ്. ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ, റിവ്യൂ പറയാറായിട്ടില്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ഇടാം. സോഫാർ ഞാൻ ഉപയോഗിച്ചിടത്തോളം നല്ലൊരു ടോണറാണ് ഇത് കേട്ടോ. ഇതിൽ സാലിസിലിക് ആസിഡ് ഉണ്ട്. സോ ഇറ്റ്സ് ഗുഡ്. പിന്നെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കണ്ണിൽ പെടാതെ ശ്രദ്ധിക്കണം. കാരണം സാലിസിലിക് ആസിഡ് ഉള്ളതുകൊണ്ട് കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ എരിയും, കണ്ണെരിയും. സോ കണ്ണടച്ചിട്ട് വേണം ഇത് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുമാതിരി നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്തോളൂ. ഷേക്ക് ചെയ്തിട്ട് വേണം സ്പ്രേ ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് എല്ലാവിടേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഒരു 5 സെക്കൻഡ് അതൊന്ന് അബ്സോർബ് ചെയ്യാനുള്ള സമയം കൊടുക്കുക. ആ സമയത്ത് ഞാൻ എൻ്റെ പാമേഴ്സിൻ്റെ ലിപ്ബാം അപ്ലൈ ചെയ്യുകയാണ് ചുണ്ടിൽ. ഓക്കെ, ഇതിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാം. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ അണ്ടർ ഐ ക്രീമാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്, കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നത് മോംസ്കോയിൻ്റെ നാച്ചുറൽ വൈറ്റ റിച്ച് അണ്ടർ ഐ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ കോഫി ഓയിലുണ്ട്, വിറ്റാമിൻ ഇ, B3 എല്ലാം ഉണ്ട്. സോ ഈ ഒരു അണ്ടർ ഐ ക്രീം പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട്. അതേമാതിരി പഫിനെസ്സിനും ഡാർക്ക് സർക്കിൾസിനും ഫൈൻ ലൈൻസിനും ഒക്കെ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോഫാർ ഞാൻ ഉപയോഗിച്ചില്ല, നല്ലൊരു അണ്ടർ ഐ ക്രീമാണ് കേട്ടോ. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് മെന്റലിസ്റ്റിൻ്റെ വൈറ്റമിൻ സി സെറമാണ്. ഓക്കെ, അപ്പം ഇത് ഞാൻ കുറച്ച് എടുത്തിട്ട് കയ്യിലിങ്ങനെ ആക്കിയിട്ട് മുഖത്തൊന്ന് കണ്ണിൽ മാത്രം തേക്കില്ല, ബാക്കി എല്ലാവിടേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ബാക്കിയുള്ളത് എക്സസ് ഞാൻ കഴുത്തിലേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ. കാരണം കഴുത്തും ഇമ്പോർട്ടൻറ്റ് പാർട്ടായതുകൊണ്ട് ഞാൻ കഴുത്തും മിസ് ചെയ്യാറില്ല. അടുത്തത് ഞാൻ തേക്കാൻ പോകുന്നത് ഒരു ആൻറ്റി ഡേ പൊല്യൂഷൻ സെറമാണ്. ഇത് ഞാൻ രാവിലെ നേരത്തെ എപ്പോഴും തേക്കാറുണ്ട്. ഇത് Drshethsൻ്റെ ആൻറ്റി ഡേ പൊല്യൂഷൻ സെറമാണ് കേട്ടോ. സോ ഇത് ഞാൻ കുറച്ച് എടുത്തിട്ട് കയ്യിൽ ഇട്ടിട്ട്, ഡയറക്റ്റായിട്ട് ഒരിക്കലും ഇത് അപ്ലൈ ചെയ്യരുത്. സോ കുറച്ച് എടുത്തിട്ട് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ബാക്കി വരുന്നത് ഞാൻ കഴുത്തിലേക്കും സ്പ്രെഡ് ചെയ്യും കേട്ടോ. വീണ്ടും ഒരു 5 സെക്കൻഡ് സമയം കൊടുക്കുക. 5 സെക്കൻഡിന് ശേഷം നമുക്ക് ബാക്കി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് സുഗന്ധയുടെ വൈറ്റ് ലോട്ടസ് മോയ്സ്ചറൈസറാണ്. ഇതിൽ വൈറ്റ് ലോട്ടസ് എക്സ്ട്രാക്റ്റ് ഉണ്ട്, നിയാസിനമൈഡ് ഉണ്ട്, അതേമാതിരി ഹൈലറോണിക് ആസിഡ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഓയിലി സ്കിൻ, ആക്നി പ്രോൺ ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയൊരു മോയ്സ്ചറൈസറാണ്. ഇത് പെർഫ്യൂംഡ് വേർഷനല്ല, ഇവരുടെ സെൻറ്റഡ് വേർഷനും അൺസെൻറ്റഡ് വേർഷനും ഉണ്ട്. സോ ഞാൻ അൺസെൻറ്റഡ് വേർഷനാണ് വാങ്ങിയിരിക്കുന്നത്. സോ ഇത് കുറച്ച് എടുത്തിട്ട് മുഖത്ത് കണ്ടോ, നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടൊരു മോയ്സ്ചറൈസറാണ്. നമ്മുടെ ക്ലിനിക്ക് മാതിരി തന്നെയുള്ള ഒരു ടെക്സ്ചറാണ്, പക്ഷെ നന്നായിട്ട് ഓയിലി സ്കിന്നുകാർക്ക് നന്നായിട്ട് വർക്ക് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇത് ഞാൻ കുറച്ചുകൂടെ എടുത്തിട്ട് നന്നായിട്ട് കഴുത്തിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യും. പലരും ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ഇത്രയും പ്രൊഡക്റ്റ് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഇതൊക്കെ ഒരു സ്കിൻ ട്രീറ്റ്മെൻറ്റിനാണ്. ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ
എന്തിനാണ്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, എന്തിനാണ് എന്നുള്ളതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ഉടൻ തന്നെ വരുന്നില്ല. ഇതൊക്കെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് നല്ല നല്ല പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞു തരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ട് പരീക്ഷിക്കുന്നുണ്ട്. സോ എല്ലാം യൂസ് ചെയ്തിട്ട് നല്ല നല്ല പ്രൊഡക്ട്സ് മാത്രം നിങ്ങളുടെ മുമ്പത്തേക്ക് എത്തിക്കാം. അതേമാതിരി എന്തിനൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഉടനെ തന്നെ വീഡിയോസ് ഇടാം. ഓക്കെ, സോ ഇനി മോയ്സ്ചറൈസർ തേച്ചു. ഇനി വീണ്ടും നമുക്കൊരു എല്ലാത്തിനും എന്ത് അപ്ലൈ ചെയ്താലും ഒരു അബ്സോർബ് ചെയ്യാൻ കുറച്ച് സമയം കൊടുക്കുക. അപ്പോൾ എന്നാലേ എല്ലാ പ്രൊഡക്ട്സും നമുക്ക് ഡീപ്ലി നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവുള്ളൂ. എന്നാലേ ഇതൊക്കെ എന്നാലേ വല്ല ഗുണം ഉണ്ടാവുള്ളൂ. ഓക്കെ, എല്ലാത്തിൻ്റെയും മേലെ ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എല്ലാം കൂടെ മിക്സായി അത് കറക്റ്റായിട്ട് വരില്ല. സോ ഒരു 5 മിനിറ്റ് നമുക്ക് ഇതെല്ലാം ഒന്ന് ഒരു 5 മിനിറ്റ് അല്ല, ഒരു 5 സെക്കൻഡ് എല്ലാം ഒന്ന് എടുക്കാം. വീഡിയോ ഇപ്പോൾ ഇത്ര ലോങ് ആയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു തന്ന് ചെയ്യുന്നുണ്ട്. എനിക്ക് ചെയ്യുമ്പോൾ മാക്സിമം ഒരു 10 മിനിറ്റ്സ് അതിനുള്ളിൽ എൻ്റെ എല്ലാ സ്കിൻ കെയറും കഴിയുണ്ടാവും. ഓക്കെ, സോ ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് എൻ്റെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഞാനിപ്പോൾ വീട്ടിലിരിക്കുന്നതുകൊണ്ട് ഹെവി സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാറില്ല. നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ ആകുമ്പോൾ വീട്ടിലെവിടെയും പോകണ്ടല്ലോ. അതുകൊണ്ട് പുറത്താണെങ്കിൽ ഞാനൊരു 50 SPF സൺസ്ക്രീൻ യൂസ് ചെയ്യും. ഇപ്പോൾ വീട്ടിലായതുകൊണ്ട് ഞാനൊരു 30 SPF ആണ്, 30+ SPF ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് യൂസ് ചെയ്യുന്നത് ജ്യൂസി കെമിസ്റ്റിയുടെ ഒരു സൺസ്ക്രീനാണ്. ഇത് ഓർഗാനിക് സൺസ്ക്രീനാണ്. സോ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഉറപ്പായിട്ടും ഇടാം. അപ്പം ഇതാണ് ഞാൻ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു 5 സെക്കൻഡ് ആയിട്ടുണ്ടാവും. ഈ ഒരു സൺസ്ക്രീൻ ഓർഗാനിക് ആണ്. ഇതിൽ സിങ്ക് ഓക്സൈഡ് ആണ് ഉള്ളത്. ഇത് ഫിസിക്കൽ സൺസ്ക്രീൻ ആണ്. സോ ചെറിയൊരു സിങ്ക് ഓക്സൈഡ് ആയതുകൊണ്ട് ചെറിയൊരു വൈറ്റ് കാസ്റ്റ് വരും. പക്ഷേ എൻ്റെ സ്കിൻ, ഞാൻ മാക്കുല 42 ആണ് കേട്ടോ എൻ്റെ ഷെയ്ഡ്. സോ ഇത് എൻ്റെ സ്കിന്നിൽ ചെറിയൊരു വൈറ്റ് കാസ്റ്റ് തരുന്നുണ്ട്. വളരെ തിന്നായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി ബ്ലെൻഡ് ആവുന്നുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും. ഓക്കെ, ഇതിനാണ് എൻ്റെ കൂടുതൽ സമയം പോകുന്നത്. ഓക്കെ, ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഞാൻ കുറച്ച് എടുത്തിട്ട് ഇപ്പോൾ തന്നെ കണ്ടോ, മുഖം ഒട്ടും ഓയിലി അല്ല, ഓയിലൊന്നും വരുന്നില്ല. ആ നല്ല മോയ്സ്ചറൈസർ നിൽക്കുന്നുണ്ട് മുഖത്ത്. നല്ലൊരു ഹെൽത്തി ഫിനിഷാണ് നമുക്കിപ്പോൾ സ്കിന്നിലേക്ക് വന്നിരിക്കുന്നത്. സോ അത് ഞാൻ കുറച്ച് സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സൺസ്ക്രീൻ ഇരിക്കുന്നത്. സോ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് തിക്കാണ് കേട്ടോ. സോ ഇത് ഞാൻ ഒന്ന് എടുത്തിട്ട് കയ്യിൽ നന്നായിട്ടൊന്ന് വാമപ്പ് ചെയ്യും, ഒന്ന് ചൂടാക്കിയെടുക്കും. എന്നിട്ട് ജസ്റ്റ് എല്ലാവിടേക്കും ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലിഷ്ടമില്ലാത്തൊരു കാര്യം ഇതിൻ്റെ മണമാണ്. ഓർഗാനിക് ആയതുകൊണ്ട് ഇതിലവർ പെർഫ്യൂംസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. സോ ഇതിൻ്റെ മണം മാത്രം എനിക്ക് പറ്റാത്ത കാര്യമുള്ളൂ. ബാക്കിയെല്ലാം ഇറ്റ്സ് ഗുഡ്. സൺസ്ക്രീൻ ഞാൻ കണ്ണിലും തേക്കും, കാരണം സൺസ്ക്രീൻ കണ്ണിലേക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എല്ലാവിടേക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ബ്ലെൻഡ് ചെയ്ത് ശരിയാക്കി എടുക്കണം. അപ്പം പതുക്കെ സമയം എടുത്തിട്ട്, ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഞാനിപ്പോൾ കുറേ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ തന്നെ എനിക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കണ്ടോ, സൺസ്ക്രീൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ബ്ലെൻഡ് ചെയ്ത ശേഷം നല്ലൊരു ഹെൽത്തി ഗ്ലോ ആണ് നമുക്ക് സ്കിന്നിലേക്ക് എഫക്റ്റ് ചെയ്യുന്നത്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സൺസ്ക്രീൻ. ഇതിനെ പറ്റിയിട്ട് ജ്യൂസി കെമിസ്റ്റിയുടെ ഞാൻ ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ കുറച്ച് പ്രൊഡക്ട്സേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അത് കഴിഞ്ഞ 2 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പം അല്ലാതെയുള്ള പ്രൊഡക്റ്റുകളും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞ ശേഷം അതിൻ്റെ ബാക്കിയുള്ളതിൻ്റെ റിവ്യൂസ് ഞാൻ പറയാം. എന്തായാലും ഇതാണ് എൻ്റെ സ്കിൻ കെയർ, മോർണിംഗ് സ്കിൻ കെയർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഷൂട്ടൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റായി ബാക്കി എന്താ പണി വെച്ചാൽ നോക്കാൻ പോകും. അല്ല ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് കൊടുത്തിട്ട് എൻ്റെ മേക്കപ്പ് വല്ലതും ഉണ്ടെങ്കിൽ മേക്കപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും. മിക്കവാറും ഞാനിപ്പോൾ രാവിലെ തന്നെ ഒന്നും ഷൂട്ട് ചെയ്യാറില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്യാനിരിക്കുന്നത്. സോ ഇതാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കും. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.